ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ചില യൂട്യൂബ് വ്യൂവേഴ്സിന് ചില ഡൗട്ടുകളുണ്ട്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കൂട്ടുകാരുടെ സംശയത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ റഷീദ് പി എന്നാൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുള്ളത്, സർ, ഐറ്റം ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോ ഫിൽ ആവുന്നില്ല. എക്സാമ്പിൾ, A1ൽ ടൈപ്പ് ചെയ്ത ഡാറ്റ A2ൽ ഓട്ടോ ഫിൽ ആവുന്നു, ബട്ട് A3ൽ ആവുന്നില്ല. മെനുവിൽ എന്തെങ്കിലും ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ, മേക്ക് ലിങ്ക് ടു ദാറ്റ് സെൽ വിത്ത് എനി ലെറ്റേഴ്സ്. ഏതെങ്കിലും ഒരു ലെറ്റേഴ്സ് കൊണ്ട് ആ സെല്ലിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മറുപടി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായോ എന്നറിയില്ല. എന്നാൽ മറ്റുള്ള വ്യൂവേഴ്സിന് വേണ്ടി ഞാനിത് എങ്ങനെ അത് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി എക്സൽ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ റഷീദ് പിക്ക് താങ്ക്സ് ഓർമ്മപ്പെടുത്തിയതിന്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ മോഹൻ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ലൈനിൽ എം അടിക്കുമ്പോൾ ടൈപ്പ് ആവുന്നു. ഇനി നമ്മൾ കുറച്ച് ഒരു 15 സെല്ലിൽ എം അടിച്ചാൽ ടൈപ്പ് ആവുന്നില്ല. അപ്പോൾ ആക്ച്വലി എക്സൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡാറ്റയെ, ഒരു സ്പ്രെഡ്ഷീറ്റാണ്. ഈ സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റയെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്യാൻ ഈ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ വേർഡ് ടൈപ്പ് ചെയ്യുന്ന ഏരിയയുമായി ലിങ്ക് ചെയ്യപ്പെട്ടതായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഏരിയ ലെറ്റർ, ഞാനിപ്പോൾ എക്സ് എ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എ എന്ന് ടൈപ്പ് ചെയ്ത് ഇനി ഞാനിവിടെ എം എന്ന് ടൈപ്പ് ചെയ്യും. സോറി, നമ്മൾ 15ാമത്തെ ലൈനിലല്ലേ ടൈപ്പ് ചെയ്തത്. അപ്പോൾ 15ൽ ഞാനിവിടെ എം എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം മോഹൻ ഇവിടെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്, മോഹൻ എന്നുള്ള ഈ ലെറ്റേഴ്സിനെ നമ്മൾ വേറൊരു ലെറ്റേഴ്സ് കൊണ്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ നമുക്കിത് ഒരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ലെറ്റർ കളർ വൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കത് നോർമൽ സെല്ല് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മളിവിടെ മോഹൻ അടിച്ച് എത്ര മോഹൻ അടിച്ചാലും ഓട്ടോമാറ്റിക്കായി ഫില്ലാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏരിയ ഡിലീറ്റ് ചെയ്യാം. ഇനി സപ്പോസ് ഇതുപോലെ ഷേപ്പ്, നമ്മൾ ഇതുപോലെ ഷേപ്പ് എന്തെങ്കിലും ഷേപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ഏരിയയിലേക്ക് കവർ ചെയ്യണം. ഇപ്പോൾ അടുത്ത് ഷേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇത് ഡാറ്റ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇഷ്ടമുള്ള ലെറ്റർ, സോറി ഇവിടെ അവിടെ എക്സ് ഉണ്ട്, നമുക്കിത് നോർമൽ കളറാക്കാം. ഹോം ബ്ലാക്ക്. ഓക്കെ, എക്സ് എക്സ് എക്സ്. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ശേഷം ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ മോഹൻ ടൈപ്പ് ചെയ്യണം, നിങ്ങൾക്കിവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഏരിയ ഡിലീറ്റ് ചെയ്താൽ മോഹൻ എന്നടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫില്ലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മനസ്സിലായില്ല, ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എം അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്
മുകളിൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിനെ ഒരു വേറെ ഒരു ലെറ്റേഴ്സുമായി ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മൾ 1 by 1 ആയി ടൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവ പരസ്പരം സെല്ലുകൾ തമ്മിൽ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ മറ്റൊരു പിക്ചറോ യൂസർ ഫോമോ മറ്റു ബ്ലാങ്ക് സെല്ലുകളോ വരുമ്പോഴാണ് എക്സലിന് കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സിമ്പിൾ ട്രിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഞാൻ എവിടെയാണ് ആ ട്രിക്ക് ഉപയോഗിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷീറ്റ് 1 ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ വ്യൂവിൽ ഗ്രിഡ് ലൈൻ ഓൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ എ ബി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഞാൻ ജസ്റ്റ് ഹൈഡ് ആക്കി വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ റൈറ്റ് ബട്ടൺ, അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ്, അപ്പോൾ നമുക്ക് അൺപ്രൊട്ടക്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ഹോമിൽ ഞാൻ പാസ്വേഡ് അടിച്ച് അൺപ്രൊട്ടക്റ്റ് ചെയ്തു. ഇനി ഞാനിവിടെ അൺഹൈഡ് ചെയ്താൽ അതാണ് ഇവിടെ ബി എന്ന ഈ സെല്ല് ഹൈഡ് ചെയ്തതായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു എക്സ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, എക്സ് ഇതുപോലെ എക്സ് ഈ ഏരിയയിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈനിൽ എവിടെയെങ്കിലും ലിങ്ക് ആയാൽ മതി. ഓക്കെ, ഈ ലൈനിൽ ലിങ്കായി താഴോട്ട് നമ്മുടെ ഐറ്റമിലേക്ക് ലിങ്ക് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കാണാം ഇവിടെ എക്സ് ഉണ്ട്. എക്സിന് വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണാം ഇവിടെ എക്സ് ഇവിടെ നമ്മളിവിടെ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കോട്ട് പോവാം. ഇനി അടുത്തൊരാളുടെ സംശയം, ഇനി എങ്ങനെയാണ് ഒന്ന് സൂം ചെയ്യാം. Please show how to add receipt number, serial number, date wise serial number. അപ്പോൾ എങ്ങനെ ഒരു സീരിയൽ നമ്പർ, റെസിപ്റ്റ് നമ്പറോ സീരിയൽ നമ്പറോ നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ കൂട്ടുകാരൻ്റെ സംശയം. നമുക്കതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സെല്ലാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംശയത്തിന് വേണ്ടി നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്യാം. ഈ സെൽ അഡ്രസ് E6 ആണ്. നമുക്ക് വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ന്യൂ എന്ന ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ ഡിസ്പ്ലേ ആവേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആ കോഡ് അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്താണ് വേരിയബിളെന്നും അതെങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്നുള്ള വീഡിയോ എക്സൽ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാണാത്തവർ അത് കോംപ്ലിക്കേറ്റഡായി വെരി സിമ്പിളായാണ് വളരെ ലളിതമായ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് അവതരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇനി അതൊന്നും ടൈമില്ലാത്തവർ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത കോഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഡിം റെസിപ്റ്റ് നമ്പർ നമ്മൾ
RC നമ്പർ. ഒരു ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പേര് നൽകാം. ഡബിൾ. ഓക്കെ, ഡബിൾ മീൻസ് അത് വലിയ നമ്പർ ആയതുകൊണ്ടാണ് ഡബിൾ. ചെറിയ നമ്പറാണ് നമ്മൾ ഇൻറ്റിജർ അപ്ലൈ ചെയ്താൽ മതി. അതെല്ലാം എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് RC നമ്പർ ഈസ് ഈക്വൽ ടു ഷീറ്റ് 1. നമ്മൾ സെലക്ട് ചെയ്ത ഷീറ്റ് 1 ആണ്. ഡോട്ട് റേഞ്ച്, ഏത് റേഞ്ചിലാണ് ഡാറ്റ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്രാക്കറ്റ് ആഡ് ചെയ്യണം, ഡബിൾ ഇൻവെർട്ടഡ് കോമ. അതിനുശേഷം നമുക്കത് സെല്ല് കൺഫേം ചെയ്യാം. ഇത് E6. ഓക്കെ, E6 ഡോട്ട് വാല്യൂ സെലക്ട് ചെയ്ത് ടാബ് പ്രസ് ചെയ്താൽ അത് അവിടെ ഇൻസേർട്ട് ആവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമ്മൾ സെയിം കോഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. Ctrl+C Ctrl+V ഈക്വൽ ടു നമ്മളവിടെ RC നമ്പർ +1. അതായത് നമ്മൾ എനി ടൈം ന്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ RC അവിടെയുള്ള ടെക്സ്റ്റ് വാല്യൂ എന്താണോ ആ വാല്യൂവിനെ ഒന്ന് ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. നമുക്കിത് ചെക്ക് ചെയ്യാം. വിഷ്വൽ ബേസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ റെസിപ്റ്റ് നമ്പർ ആവുന്ന ഇഷ്ടമുള്ളൊരു നമ്പർ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇവിടെ ന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലാങ്ക് ആണ്. അതിനോടുകൂടെ 1 ആഡ് ചെയ്താൽ 1, ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ 10, 12 ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ റെസിപ്റ്റ് നമ്പർ ആകുമ്പോൾ വലിയ നമ്പർ അപ്ലൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ 441 എന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത ബില്ല് 112 എന്നായിരിക്കും. ഓക്കെ, ന്യൂ. അപ്പോൾ നിങ്ങൾ എത്ര അടുത്ത ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്ത നമ്പർ ആഡാവുന്നതായി കാണാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനതനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.